ഹലോ നമസ്കാരം. കോളേജ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ പൂക്കൾ കാണിക്കുന്നത് എന്തിനായിരിക്കും അല്ലേ? ഉണ്ട്, കുറച്ചേറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും കാണണം. ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ക്ഷേത്രങ്ങളിലും വീട്ടിലും അതുപോലെ തന്നെ പാർക്കുകളിലൊക്കെ സുലഭമായി നമ്മൾ കാണുന്ന ഒരു പൂച്ചെടിയാണ് അരളി. അരളിയെപ്പറ്റി ഇപ്പോൾ ഈ ഇടയായിട്ട് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഈ പേപ്പർ കട്ടിങ് ഞാനിവിടെ ഇടാൻ കാരണമുണ്ട്. നമ്മളെല്ലാവരും അറിഞ്ഞതാണ്, UK യാത്രയ്ക്ക് ഇറങ്ങിയ ഒരു പെൺകുട്ടി അരളിപ്പൂവിൻ്റെ വിഷമുള്ളിൽ ചെന്നിട്ട് മരിച്ചെന്നുള്ളൊരു വാർത്ത. സൗമ്യ സുരേന്ദ്രൻ, 24 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അരളിപ്പൂവ് ഇത്രയ്ക്ക് വില്ലനാണോ? നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് കൂടുതലും പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ വിഷം വളരെ മാരകമായതാണ്. ഇതിൻ്റെ ഇലയും അതുപോലെ അതിൽ നിന്ന് വരുന്ന സ്രവവും, അതൊടിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നൊരു സ്രവം വരുന്നുണ്ട്, ഒരു നീര്. ആ നീരൊക്കെ ഭയങ്കര വിഷമാണ്. നമ്മുടെ കയ്യിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടും, പശ ഒട്ടുന്ന പോലെ അതൊട്ടും. പക്ഷേ അറിയാതെ വയറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മരണം സംഭവിക്കും. ശരിക്കും നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഒരുപാട് ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്താണ് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സുലഭമായിട്ട് പൂക്കൾ കിട്ടും ഏത് സീസണിലും. അതേപോലെ ഇത് വാടത്തില്ല, എവിടെയും തഴച്ച് വളരും, എപ്പോഴും പൂക്കളും ഉണ്ടാകും. തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പൂക്കൾ വരുന്നുണ്ട്. അതുപോലെ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ എല്ലാവരും ഈ പൂവാണ് ഉപയോഗിക്കുന്നത്. ആർക്കും ഇതിൻ്റെ ഗൗരവം ഇത്രയ്ക്ക് തന്നെ അറിയത്തില്ലെന്ന് തോന്നുന്നു. ഒരു മുല്ലപ്പൂവൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തലവേദനയൊക്കെ വരുമെന്നും പറഞ്ഞ് ഞങ്ങളിപ്പോൾ അടുത്തൊരു കല്യാണം കൂടിയതിൽ വരെ ആ ഒരു കാരണം പറഞ്ഞ് അവർ ഈ അരളിപ്പൂവാണ് ഉപയോഗിച്ചത്. അപ്പം അറിയാതെ ഒരു അരളിപ്പൂവും അതിൻ്റെ ഇലയും കടിച്ച് അതിൽ നിന്നും കുറച്ച് നീര് വയറ്റിൽ പോയിട്ടാണ് ആ കുട്ടി മരിച്ചത്. ഇത് നന്ദ്യാർവട്ടമാണ്. ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഈ അരളി പോലെ നന്ദ്യാർവട്ടമൊന്നും ഏത് സീസണിലും പൂക്കളും ഉണ്ടാകില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പഴുപ്പ്, ആ ചെടിക്കൊരു പഴുപ്പ് പോലെ ബാധിച്ച് അത് നശിച്ചു പോകും. പക്ഷേ ഇത് കണ്ടില്ലേ, എത്ര തഴച്ചാണ് വളർന്നു നിൽക്കുന്നത്. ശരിക്കും നമ്മുടെ നിവേദ്യത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, നിവേദ്യം നമുക്ക് തരുമ്പോൾ അതിൽ തുളസിയില, തെച്ചിപ്പൂവ്, അതുപോലെ ഈ അരളിപ്പൂവൊക്കെ ഇട്ടിട്ടാണ് നമുക്കിത് തരുന്നത്. പക്ഷേ അന്നൊന്നും നമുക്ക് തിരിച്ചറിവില്ലാതെ നമ്മൾ അതെടുത്ത് മാറ്റിയിട്ട് നമ്മൾ ആ നിവേദ്യം കഴിക്കും. പക്ഷേ ഈ പൂക്കളിലധികം വിഷമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇല പൊട്ടിച്ചപ്പോൾ അതിൻ്റെ നീരാണ് ഈ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അരളിയുടെ. ആ നീരാണ് ഭയങ്കര ദോഷമാണ്. ഈ ഇലയിലൊക്കെ അതിൻ്റെ ഇത് അടങ്ങിയിട്ടുണ്ട്, വിഷം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നിവേദ്യത്തിൽ ഇനി ഈ തൃപ്രയാർ പോലെയുള്ള അമ്പലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ അരളിപ്പൂവിൻ്റെ ഇത് നിരോധിച്ചിട്ടുണ്ട്. അതിപ്പോൾ അവിടെ അരളിപ്പൂവ് പൂജയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നും എടുക്കാറില്ല. പക്ഷേ ക്ഷേത്രങ്ങളിൽ നമുക്ക് നിവേദ്യം തരുമ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ പറയണം, ഈ പൂവ് ഇടാൻ പാടില്ല, ഇത് ഇട്ടിട്ട്. അരളി ശാസ്ത്രനാമം നേരിയം ഒലിയൻഡർ. സസ്യലോകത്ത് തന്നെ അടിമുടി വിഷാംശമുള്ള ഒരു ചെടി ഏതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, അരളിച്ചെടിയാണത്. ഇല, തണ്ട്, വേര്, പൂവ്, അങ്ങനെയുള്ള അതിൻ്റെ ഓരോ ഭാഗത്തും വിവിധ തരത്തിലുള്ള വിഷാംശമാണ് അടങ്ങിയിരിക്കുന്നത്. അത് നമ്മൾ പോലും അറിയത്തില്ല, നമുക്ക് ആർക്കും അത് അറിയത്തില്ല, അത് ഇത്രയും വിഷം അടങ്ങിയിരിക്കുന്ന ഒരു ചെടിയാണ് എന്ന്. 2-3 മീറ്റർ മാത്രം ഉയരം വെക്കുന്ന ഈ ചെടി അപ്പോസൈനേസിയം കുടുംബത്തിലെ അംഗമാണ്. മഞ്ഞ, ചുവപ്പ്, വെള്ള, പിങ്ക്, അതുപോലെ റോസ്, കൃഷ്ണ, ശംഖുപുഷ്പത്തിൻ്റെ കളറുള്ള അത് ഇവിടെ അധികം നമ്മൾ കാണാറില്ല. അധികം നമ്മൾ കാണുന്നത് ഈ പിങ്ക്, റോസ് അങ്ങനെയുള്ള കളറാണ്. അങ്ങനെ അരളിച്ചെടിയുടെ ചെറിയ രീതിയിലുള്ള വിഷാംശം നമ്മുടെ ശരീരത്തിലെത്തിയാൽ വയറിളക്കം, ഛർദി, അതുമൂലം നിർജ്ജലീകരണം എന്നിവ സംഭവിക്കുന്നു. അതായത് ചെറിയൊരു പൂവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇത്തിരി ഇല, അതിൽ നിന്നിട്ടുള്ള വിഷാംശം കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് കടുത്ത വയറുവേദന, വയറൊക്കെ പൊട്ടിപ്പോകുന്ന പോലെ കടുത്ത വയറുവേദന, ഇടതടവില്ലാത്ത ഛർദിയും വയറിളക്കവും, പിന്നെ ഇതെല്ലാം വന്ന് അവസാനം നമ്മുടെ ഹൃദയം സ്തംഭിച്ച് നമ്മൾ മരണത്തിലേക്ക് പോകുന്നു. ഈ കറകളിലുള്ള ലെക്റ്റിനുകളാണ് വിഷത്തിന് കാരണമാകുന്നത്.
വധുവിനെ അണിയിച്ചൊരുക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണ് അരളിപ്പൂമാല. തലമുടിയിൽ ചൂടാനും അതുപോലെ വധുവരന്മാർക്ക് അണിയാൻ ഏറ്റവും കുറഞ്ഞ വിലയിൽ, ഇപ്പോൾ പുഷ്പങ്ങളുടെ ലഭ്യതയില്ലായ്മ, ഒരുപാട് വിലയാണ് ചെറിയ രീതിയിലൊക്കെ വിവാഹമൊക്കെ നടത്തുന്നവർക്ക്. പക്ഷേ അരളിപ്പൂവിന് അധികം വിലയില്ല. നല്ല രീതിയിൽ അത് കെട്ടിയുണ്ടാക്കാം. ഒരുപാട് വർണ്ണങ്ങളിൽ നമുക്ക് ലഭിക്കും. അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരും ഇപ്പോൾ ഈ പുഷ്പത്തിൻ്റെ പുറകെയാണ് ഓടുന്നത്. ഇതിൻ്റെ ദോഷങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അറിയാം. എന്നാലും അതിന് നേരെ നമ്മളെല്ലാം കണ്ണടയ്ക്കുകയാണ്. അതിന് പ്രതിഫലം നമ്മൾ കൊടുക്കേണ്ടത് ഇതുപോലെ ഓരോ ജീവനുകളാണെന്ന് നമ്മൾ ഓർക്കണം. ഏതെല്ലാം വർണ്ണങ്ങളിലാണ്, കാണാൻ എന്തോ ഒരു രസമാണ്. അമ്പലങ്ങളിലൊക്കെ തെച്ചിപ്പൂവിൻ്റെ ലഭ്യതയില്ലായ്മ ഒരുപാട് അവരെ ഈ അരളിപ്പൂവിനെ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കുന്നു. ഇനി നമുക്ക് ഓണമാണ് വരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടുതലും പൂക്കൾ കൈകാര്യം ചെയ്യുന്ന സമയം. നമ്മളെ കഴിഞ്ഞും കൂടുതൽ പൂക്കളമിടാനൊക്കെ അവർക്കാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് അപകടം വിളിച്ചു വരുത്തണോ എന്ന് നമ്മൾ തന്നെ ആലോചിക്കുക. കഴിയുന്നതും ഇങ്ങനെയുള്ള വിഷാംശമുള്ള ചെടികളെയും പൂക്കളെയും നമ്മൾ അതിൽ നിന്നൊക്കെ ഒഴിവാക്കുക. വനഗവേഷകർ നടത്തിയ കൂടുതൽ പഠനങ്ങളാണ് ഇപ്പോൾ കൂടുതൽ അറിവുകൾ അരളിച്ചെടിയെപ്പറ്റി നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത്. ഇനി നാളെ സുരേന്ദ്രൻ എന്ന് പറയുന്ന കുട്ടികളാരും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പൂന്തോട്ടം നന്നാക്കാനായിട്ട് ഇതിൻ്റെ ചെടിയും ഇതൊക്കെ വെട്ടി തീയിടുന്നതും ഏറ്റവും അപകടമാണ്. ഇതിൻ്റെ പുക ശ്വസിച്ചാൽ വരെ മാരകമായ വിഷം നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടും. കുറച്ച് കാര്യങ്ങളെ ഞാനിതിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് വരാമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.